വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും വൃത്തി വചനം ദൈവത്തിൻ വചനം വചനം ദൈവത്തിൻ വചനം. എന്താ ജോൺസ് ഇവിടെ? അല്ല, ഞാൻ സാറിനൊന്ന് കാണാൻ വന്നതാ. ലീവിന്റെ കാര്യം ഇന്നലെ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നല്ലോ. അതെ സാറേ, സാർ എനിക്ക് ലീവ് തന്നു. സാറ് പറഞ്ഞതുപോലെ ഞാൻ റൈറ്ററെ വിളിച്ച് വിവരം പറയുകയും ചെയ്തു. പിന്നെ സാർ ഇന്നലെ ഫോണിൽ വിളിച്ചപ്പോൾ കാലുടുങ്ങിയ കാര്യം പറഞ്ഞായിരുന്നല്ലോ. എങ്കിൽ പിന്നെ സാറിനെ നേരിൽ വന്നൊന്ന് കാണുകയും ചെയ്യാമെന്ന് വെച്ച് ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു വൈദ്യം ശരിയാക്കിയ ഉളുക്കിന് പറ്റിയ കുഴമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ കണ്ടോ. ഓ, സാറെ കാലെന്ന് നീട്ടിയാ ഞാനത് ഇട്ട് തരാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊരു ചെറിയ ഉളുക്കല്ലേ ഉള്ളൂ. ഏയ്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സാറിന് നടക്കാൻ ബുദ്ധിമുട്ടില്ലേ? ആ, അതുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇതൊന്നിട്ട് ചെറുതായിട്ടൊന്ന് തടവി കഴിഞ്ഞാ നാളെ സാറിന് കുഴപ്പമില്ലാതെ നടക്കാൻ പറ്റും. സാറാ കാലിങ് നീട്ടിയേ. അല്ല, ജോൺസണൊരു ചായ തരാന്ന് വെച്ചാ ഭാര്യ മക്കൾ ഇവിടെ ഇല്ല. ഓ, ചായ ഒന്നും വേണ്ട സാറേ. അല്ല, മേഡം കുട്ടികൾ എവിടെ പോയി? ഭാര്യയുടെ ചേച്ചിയുടെ മകളുടെ എൻഗേജ്മെന്റാ. ഓ, ഞാനും പോകേണ്ടതായിരുന്നു. എനിക്കിപ്പോൾ ഈ കാലം വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അല്ല, ഇന്നലെ ഭാര്യയായിട്ട് ആശുപത്രി പോയിട്ട് ഭാര്യയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? മരുന്ന് കഴിച്ചതിന് ശേഷം ഇന്ന് വലിയ കുഴപ്പമില്ല സാറേ. എന്തു പറ്റിയതാ? ചുമയും നേരിയ രീതിയിലൊരു ശ്വാസം മുട്ടലും. ഇതിപ്പോ ഒട്ടുമിക്ക സ്ഥലത്തും ഉണ്ട് സാറേ. ജോൺസന് തടവാൻ നന്നായിട്ട് അറിയാലോ. എനിക്ക് കുറച്ചൊക്കെ അറിയാം സാറേ. ഈ കുഴമ്പുണ്ടാക്കണ വൈദ്യരുണ്ടല്ല, ഒരു കളരിയാശാൻ കൂടിയാ. ഞാൻ ഈ ആശാന്റെ അടുത്തേ കുറച്ച് നാൾ കളരി പഠിക്കാൻ പോയിട്ടുണ്ട്. അതേതായാലും നന്നായി. അത് ഇതിനകത്ത് കാണാനുണ്ട്. ആരാത്? എനിക്കറിയില്ല സാറേ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ആരാ? മനസ്സിലായില്ലല്ലോ. എൻ്റെ പേര് മാത്യു. സാറിൻ്റെ നാട്ടുകാരനാ. 10-20 വർഷമായിട്ട് ഇവിടെ താമസം. മാത്യു എന്ന് പറയുമ്പോ പള്ളിപ്പറമ്പിലെ എബ്രഹാം മാഷിന്റെ മകനാ. ഇപ്പൊ മനസ്സിലായി. അപ്പൊ ഇവിടെ അല്ലേ താമസിക്കുന്നത്? അതെ. സാറ് ഇവിടെ ചാർജ് എടുത്തിട്ട് 2 മാസം കഴിഞ്ഞു അല്ലേ? അതെ. ഇത് ജോൺസൺ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പോലീസുകാരനാണ്. ജോൺസാ, ഇതെന്റെ നാട്ടുകാരൻ മാത്രമല്ല,
എന്നെ പഠിപ്പിച്ച മാഷിന്റെ മകനും കൂടിയാ. നമസ്കാരം. ഞാൻ സാറിന്റെ ഡ്രൈവറും കൂടിയാ. ഓ, എങ്കിൽ പിന്നെ ഞാനങ്ങ് ചെല്ലട്ടെ സാറേ. ഓ ശരി. ആ ഇരിക്കി. വേണ്ട സാറേ. ഇരിക്കുന്നേ. ഒരു ചായ ഇട്ട് തരാന്ന് വെച്ചാ ഭാര്യ മക്കളിവിടെ ഇല്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതുവഴി പോയപ്പോ വെറുതെ ഒന്ന് കയറിയെന്നുള്ളൂ. ഓ എല്ലാവരും ഉള്ളിപ്പോ വേറൊരു ദിവസം വരാം. അങ്ങനെയാവട്ടെ. വരുമ്പേ കുടുംബമായിട്ട് വന്നോളൂ. എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത്. കൗശലക്കാരൻ്റെ ഉപായങ്ങൾ നിരവധിയാണ്. പ്രഭാഷകൻ 11-ാം അധ്യായം 29-ാം വാക്യം. അല്ല മാഷിപ്പോ അനുജന്റെ കൂടെ നാട്ടിലാ. ഓ തറവാട്ടില് അനുജനാ താമസിക്കുന്നത്. അതുകൊണ്ട് അപ്പനും അമ്മയും അവന്റെ കൂട്ടത്തിലാ. ശരി. ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരാറുണ്ട്. എങ്കിൽ പിന്നെ ഞാൻ ചെല്ലട്ടെ സാർ. അങ്ങനെയാവട്ടെ. നമസ്കാരം. നമസ്കാരം. എന്തേ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം എന്താ ചേട്ടാ? എന്ത് കാര്യം? അതെന്താ ചേട്ടാ ഒന്നും അറിയാൻ പാടത്തോലെ സംസാരിക്കണത്? ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 50,000 രൂപ ഈ ആഴ്ച കിട്ടിയാ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതല്ലേ? പറഞ്ഞിരുന്നു. ആ പറഞ്ഞത് ഞാൻ കേൾക്കുകയും ചെയ്തു. എന്ന് കരുതി ഞാനത് അതുപോലെ തന്നെ അനുസരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എന്നുവെച്ചാ എന്ന് വെച്ചാ എനിക്ക് കാശ് തരാൻ പറ്റില്ലെന്ന്. അതൊരു മര്യാദയാണോ ചേട്ടാ ചേട്ടൻ പറഞ്ഞത്? അല്ലേ, ഞാൻ പറഞ്ഞ മര്യാദ അല്ലെന്ന്. അല്ല, അത് നിനക്ക്. എനിക്ക് ഇതാണ് എന്റെ മര്യാദ. സർക്കാർ പറയുന്നതേ പലിശക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തിരികെ കൊടുക്കണ്ടെന്നാ. നീ പലിശയ്ക്ക് പണം കൊടുത്തിരുന്നവനല്ലേ? സർക്കാർ നിയമം അനുസരിച്ച് പോലീസ് പലിശക്കാരെയൊക്കെ പൊക്കി തുടങ്ങിയപ്പനല്ലേ നീയും പലിശ പരിപാടി നിർത്തിയത്? എൻ്റെ ചേട്ടാ, അതിന് ചേട്ടന് ഞാൻ പലിശക്കല്ലല്ലോ പണം തന്നത്. ചേട്ടൻ്റെ മകളുടെ കല്യാണം പണമില്ലാതെ ഈ കല്യാണം മുടങ്ങിയ ഞാൻ ആത്മഹത്യ എന്നും പറഞ്ഞിട്ട് ചേട്ടൻ്റെ അടുത്തൊന്നും ഓർമ്മയില്ലേ? അന്ന് ചേട്ടൻ്റെ ആ പ്രയാസം കണ്ട് ഞാൻ സഹായിച്ചതല്ലേ ഈ 50,000 രൂപ. എന്തൊക്കെ പറഞ്ഞാലും ഈ പൈസ നിനക്ക് എവിടുന്ന? കണ്ണി കണ്ട പാവങ്ങളുടെ കയ്യിൽ നിന്ന് ഞെക്കി പിഴിഞ്ഞ് വാങ്ങിച്ച പലിശ പണല്ലേ? ആ പണം ഞാൻ തരണോ വേണ്ടയോന്ന് കോടതി തീരുമാനിക്കട്ടെ. കോടതിയാ? ആളുകളെ പറ്റിച്ച് പലിശയായി വാങ്ങിയ പണം നീ എനിക്ക് തന്നതിന് തെളിവൊന്നുമില്ലല്ലോ. നീ പോയി കേസ് കൊടുക്ക്. മാത്യൂസ് ചേട്ടാ, എന്നോട് നിങ്ങൾ ഈ ചെയ്ത ചതിക്ക് ദൈവം നിങ്ങളെ വെറുതെ വിടൂല. എന്തു വന്നാലും നീ ചെയ്തു കൂട്ടി അത്രയും ഞാൻ ചെയ്തിട്ടില്ല. എന്നെ ദൈവം ശിക്ഷിക്കണേ ശിക്ഷിച്ചോട്ടെ. പിന്നെ ഇനി നീ എൻ്റെ അടുത്ത് കാശ് ചോദിച്ചു വന്ന നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇപ്പൊ പുതിയതായിട്ട് ചാർജ് എടുത്തിരിക്കുന്ന CI ജോർജിനെ നീ അറിയോ? ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും CI. എന്റെ കുടുംബ സുഹൃത്താ. ചേട്ടത് എന്തൊക്കെയാണ് ഈ പറയണത്? പോലീസിന് കേട്ടപ്പോ എന്താ നീ ഒന്ന് വരണ്ടല്ലേ? മുമ്പ് കൊണ്ടുപോയി വരട്ടിയതിന്റെ പേടി ഇപ്പോഴും പോയിട്ടില്ലല്ലേ? നിന്നെ പോലുള്ള പലിശക്കാരെ നിലക്കി നിർത്താനാ ഇവിടെ പോലീസും കോടതിയും. മനസ്സിലായടാ? ചേട്ടാ, നിങ്ങൾ ഒന്നും ഓർത്തോ, എനിക്കത് അർഹതപ്പെട്ടതാണെങ്കിൽ അത് കിട്ടുക തന്നെ ചെയ്യും. കാര്യം ശരി, ഞാൻ പലിശക്ക് പണം കൊടുത്തിട്ടുണ്ട് എന്ന് കരുതി ഇതുവരെയും ഒരാളെയും കൊന്നു കൊലവിളിക്കുന്ന രീതിയിൽ ഞാൻ പലിശ വാങ്ങിച്ചിട്ടില്ല. ഞാൻ പോലീസിനെയും കോടതിയൊന്നും അല്ല സഹായത്തിന് വിളിക്കണത്, ദൈവത്തെയാ. എടാ, കൊന്നു കൊല വിളിച്ച് പലിശ വാങ്ങിച്ചിട്ടില്ലെങ്കിലും വലിയ പലിശക്കാരനായാലും ചെറിയ പലിശക്കാരനായാലും പലിശക്കാരൻ എന്നും പലിശക്കാരൻ തന്നെയാടാ. ഇനി എന്റെ അടുത്തുനിന്ന് പണം ചോദിക്കണമെന്ന് എനിക്ക് തോന്നുമ്പോ നീ ഓർക്കണം,
CI ജോർജിനെ. സ്വന്തം ബുദ്ധിയിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ ഭോഷനാണ്. ജ്ഞാനമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. സുഭാഷിതങ്ങൾ 28-ാം അധ്യായം 26-ാം വാക്യം. എടാ ബെന്നി, മാർട്ടിൻ ചേട്ടനോ? നിന്നോടൊക്കെ എന്ത് ദ്രോഹമാണ് ഞാൻ ചെയ്തത്? എന്നിട്ടും എന്തിനാടാ മോനെ നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യണത്? എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചേട്ടന് ദ്രോഹം ചെയ്യേ? എന്റെ പെങ്ങളുടെ കല്യാണത്തിന് 50,000 രൂപ സഹായിച്ചത് എനിക്ക് മറക്കാൻ പറ്റുമോ? നിനക്ക് മറക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷേ നിന്റെ അപ്പച്ചനൊക്കെ മറന്നു. ഇപ്പൊ ഞാൻ ആ പണം തിരികെ ചോദിച്ചപ്പോൾ തിരികെ തരില്ലെന്ന മട്ടില്ല സംസാരിക്കണത്. കാര്യം ശരി, ഞാൻ ഒരു പലിശക്കാരനായിരുന്നു. നിങ്ങൾക്ക് ഞാൻ തന്ന പണം അത് പലിശക്കല്ലല്ലോ, കടമായിട്ടല്ലേ? എനിക്കറിയാം ചേട്ടാ. അപ്പച്ചൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെയോ അമ്മയുടെയോ സമ്മതത്തോടെ അല്ല. പണം വാങ്ങിയ സമയത്ത് ഞങ്ങൾ വീട്ടുകാർ പറഞ്ഞതാ അപ്പച്ചനോട് പണം കൃത്യമായിട്ട് തിരികെ കൊടുക്കണമെന്ന്. ഞാനിതിപ്പോൾ എന്താ പറയുക? ഇത്രയും കാശ് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ തീർന്നാനേ. ആകെ കുഴപ്പത്തിലാണ് മോനെ കാര്യങ്ങൾ. ഇത്രയും വലിയൊരു തുക ഞാൻ വിചാരിച്ചാൽ കൂടില്ല. അല്ലായിരുന്നെങ്കിൽ ചേട്ടനെ കൊണ്ട് ഇത്രയും വർത്താനം ഞാൻ പറയിക്കില്ലായിരുന്നു ചേട്ടാ. ഏതായാലും ഞാൻ അപ്പച്ചനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. എൻ്റെ പണം തരാതിരിക്കാൻ നിന്റെ അപ്പൻ ഇപ്പോൾ പോലീസുകാരുടെ കൂട്ടുപിടിച്ചേക്കണത്. പോലീസുകാരായിട്ടോ? അതെ, ഇവിടുത്തെ CI നിങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണെന്ന് പറഞ്ഞു. ആ, അപ്പച്ചനൊരു പേര് പറയുന്നുണ്ടായിരുന്നു, ഒരു CI ജോർജ്. അതെ, അത് അപ്പൂപ്പൻ്റെ സ്റ്റുഡൻറ്റോ മറ്റോ ആണ്. ചേട്ടൻ വിഷമിക്കാതിരി, അപ്പച്ചൻ ആ കാശ് തരും. ആ ശരിയെന്നാ. ശരി. നീ ഭാരിച്ച കാര്യങ്ങളൊന്നും തിരക്കണ്ട. നീ അറിയേണ്ട കാര്യമാണെങ്കിൽ ഞാൻ പറയും. അതുപോരാ, ഏ ഞാനും അറിയണം. അമ്മയില്ലാത്ത നേരം നോക്കി ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ? എൻ്റെ അമ്മയെ കൂടി വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. ഇന്ന് ആ മാർട്ടിൻ ചേട്ടൻ എന്നെ കാണാൻ വന്നിരുന്നു. കാശ് വാങ്ങിയത് ഞാനല്ലേ, പിന്നെ അവനെന്തിനാ നിന്നെ കാണാൻ വരുന്നത്? ഓഹോ, അപ്പൊ കാശ് വാങ്ങിയത് അപ്പച്ചന് ഓർമ്മയുണ്ടല്ലേ? എന്തിനാ അയാൾക്ക് പണം കൊടുക്കില്ലെന്ന് അപ്പച്ചൻ വാശി പിടിക്കുന്നത്? അപ്പച്ചന്റെ കയ്യിൽ കാശിലാഞ്ഞിട്ടല്ലോ. അതെ, ഇല്ലായിട്ടല്ല, മനഃപൂർവ്വം കൊടുക്കാനായിട്ട് തന്നെയാ. അല്ലേ തന്നെ വല്ലവന്റെയും കയ്യിൽ നിന്ന് പലിശ ഇനത്തില് പിഴിഞ്ഞുണ്ടാക്കിയ പണം ഞാൻ എന്തിനു കൊടുക്കണം? ഇതെന്ത് ന്യായം? നമ്മളെ അത്യാവശ്യ സമയത്ത് സഹായിച്ചോ, അത് നമ്മൾ കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാ. അയാൾ പണം എങ്ങനെ വേണേലും ഉണ്ടാക്കട്ടെ. ആ മാർട്ടിൻ ചേട്ടന്റെ സ്ഥിതി വളരെ മോശമാണ്. അങ്ങനെ ഒരാളെ തിരിച്ച് സഹായിക്കേണ്ടത് നമ്മുടെയും കടമയാ. അതും കടമൊന്നല്ലല്ലോ അയാൾ ചോദിക്കുന്നത്, ന്യായമായിട്ട് അയാൾക്ക് കിട്ടേണ്ടതല്ലേ? അത്രയ്ക്ക് സഹതാപം തോന്നുന്നുണ്ടെങ്കിലേ എന്റെ മോൻ കൈ നിർത്താൻ കൊടുക്ക്. എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിലേ ഞാൻ അപ്പച്ചനോട് ചോദിക്കാൻ നിൽക്കില്ലായിരുന്നു. ആ അപ്പേ കൂടുതൽ നീ തല പോയിക്കാൻ നിൽക്കണ്ട. അവന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് ഞാനാണെങ്കിൽ എങ്ങനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നീ നിന്റെ പണി നോക്ക്. അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്. നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ്. 1 സാമുവേൽ 2-ാം അധ്യായം 3-ാം വാക്യം. ആ എടോ, ഈ താൻ ഇയാൾക്ക് പണം കടം കൊടുത്തതിനെ എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല സാറേ, ആളുകളോ ചെക്കോ ഒന്നുമില്ല സാറേ. പിന്നെ എന്ത് പറഞ്ഞാടോ ഇയാളോട് ചോദിക്കുന്നത്?
ഇയാൾ ഞാൻ വാങ്ങിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഒരു വിശ്വാസത്തിൻ്റെ പുറത്തെ കൊടുത്തുപോയി സാറേ. മകളുടെ കല്യാണം മുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തുപോയി സാറേ. അലക്സിൻ്റെ അടുത്ത കൂട്ടുകാരനാ. അളിയനൊരു പറ്റിക്കലി പെട്ടെന്നവൻ പറഞ്ഞപ്പോൾ ഇങ്ങനൊരു കേസാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ആരാ കക്ഷി? ബന്ധുക്കൾ വല്ലവരാണോ? ഏയ്, ഒരു സുഹൃത്താണ്. മാത്യു എന്നാണ് പേര്. ഒരു ഹെഡ് മാസ്റ്ററിൻ്റെ മോനാ. അതുകൊണ്ട് തന്നെ ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല സാറേ. ഇപ്പം പഠിപ്പിച്ച സിയുടെ പേര് പറഞ്ഞ് എന്നെ വരട്ടണത്. സിയുടെ പേര് പറഞ്ഞു? അതെ, CI ജോർജ് സാർ. ഈ പറഞ്ഞ ആളിൻ്റെ പേരെന്താന്ന് പറഞ്ഞു? മാത്യു. CI ജോർജ് സാറ് ഇങ്ങനെ ഒരു കാര്യത്തിന് കൂട്ടിവെക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഈ CI സാറിൻ്റെ സാററിയോ? CI ജോർജ് സാറിനെ ഞാനറിയും. ഈ പറഞ്ഞ ഹെഡ്മാസ്റ്ററിൻ്റെ മകൻ മാത്യുവിനെയും ഞാനറിയും. മാത്യു പറഞ്ഞത് 100% സത്യമാണെങ്കിൽ ഇത് നമുക്ക് ശരിയാക്കാം. സത്യമാണ് സാറേ, 100-ൽ 101% സത്യമാണ്. എങ്കിൽ മാറ്റം പേടിക്കണ്ട. മാറ്റം വണ്ടി കയറി. ആ ശരി സാറേ. ധൈര്യപൂർവം പ്രവർത്തിക്കുവിൻ. കർത്താവ് നീതിമാന്റെ പക്ഷത്തായിരിക്കും. 2 ദിനവൃത്താന്തം 19-ാം അധ്യായം 17-ാം വാക്യം. മാത്യു ഒന്ന് നിൽക്കോ? എന്നെ മനസ്സിലായോ? ആ അന്ന് CI സാറിന്റെ വീട്ടിൽ വെച്ച് കണ്ട പോലീസുകാരനാ. ഓ മനസ്സിലായി. ആ സാറെന്താ ഇവിടെ? ഞാൻ മാത്യുവിന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. എന്താ കാര്യം? CI സാർ മാത്യുവിനെ അത്യാവശ്യമായിട്ട് കൂട്ടിക്കൊണ്ട് എല്ലാം പറഞ്ഞു. അപ്പച്ചന്റെ കാര്യം എന്തോ പറയാനാന്നാ പറഞ്ഞേ. ഏതപ്പച്ചൻ്റെ? അല്ല, CI സാറിനെ പഠിപ്പിച്ച മാത്യുവിന്റെ അപ്പച്ചന്റെ കാര്യം. ഓ, എൻ്റെ അപ്പച്ചൻ്റെ കാര്യം. അതിനെന്താ, നമുക്കിപ്പോൾ തന്നെ പോവാം. ഓഫീസിലേക്കോ അതോ? ഏയ്, സാറിന്റെ വീട്ടിലുണ്ട്. അങ്ങോട്ട് കൊണ്ടല്ലേ പറഞ്ഞേ. ഓ, എനിക്കും തോന്നി. അതാ ജീപ്പും കൊണ്ട് പറയാഞ്ഞേ. അതെ, എങ്കിൽ നമുക്ക് പോവാം. ആ പോവാം. കേറട്ടെ? ആ. ആ എന്താ സാറേ കാണണമെന്ന് പറഞ്ഞത്? ഓ, മാത്യു അന്ന് വന്നപ്പോഴും ഒരു ചായ തരണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. ദേ ഇന്നും അങ്ങനെ തന്നെ. വീട്ടുകാരും അന്ന് മനസ്സമ്മതം നടന്നില്ലേ? ആ അതിന്റെ കല്യാണം ഇന്നാണല്ലേ സാറേ? അതുകൊണ്ട് ഇന്നും ചായ. അതൊന്നും സാരമില്ല സാറേ, അത് പിന്നെ എപ്പോഴെങ്കിലും ആവാലോ. ആ, ഞാനേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാ മാത്യുവിനെ വിളിപ്പിച്ചത്. ഉവ്വ്, ഈ ജോൺസൺ സാറ് പറഞ്ഞു അപ്പച്ചൻ്റെ വിശേഷം ചോദിക്കാനല്ലേ? അതെ, അത് ശരിയാ. മാഷിൻ്റെ വിശേഷം ഞാൻ ചോദിക്കും, അതിപ്പോഴല്ല, അത് പിന്നെ. അതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. ഓ, അമ്മച്ചിയുടെ കാര്യമായിരിക്കും. ഞാൻ ഇന്നലെ വീട്ടിൽ പോയിരുന്നു. അപ്പച്ചനോട് സാറിനെ കണ്ട കാര്യം ഞാൻ പറഞ്ഞു. അപ്പച്ചന് വലിയ സന്തോഷമായി. കണ്ണ് പണ്ടത്തെ പോലെ അത്ര പിടിക്കുന്നില്ല. അമ്മച്ചിക്ക് കാൽമുട്ടിന് വേദന. ഇപ്പൊ മാത്യുവിന് എന്താ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? ചെറിയൊരു പ്രശ്നമുണ്ട്. അതാ സാറ് ചോദിക്കാത്തതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, മാത്യു ഒരു മാർട്ടിൻ അറിയോ? ഇല്ല. ഇല്ലേ? അല്ല, ആ അറിയും. സാർ ഉദ്ദേശിക്കുന്നത് ആ പലിശക്കാരൻ മാർട്ടിനാണോ?
അവനറിയാത്ത ആരെയും നാട്ടിലുള്ളതല്ലേ. അവനെതിരെ വല്ല പരാതിയും കിട്ടിയിട്ടുണ്ടോ സാറേ? എവിടെ ഉണ്ടെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. എടോ, താൻ സാറ് ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി, കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. അതെ, വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം. ഇത് കഴിഞ്ഞ് എനിക്ക് കല്യാണത്തിന് പോകാനുള്ളതാ, ഇവർക്ക് സ്റ്റേഷനിലേക്കും. താൻ ആ മാർട്ടിൻ്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടില്ലേ? ഇല്ല. ശരിക്കും ഓർത്ത് നോക്കിയേ, ഒരു 50,000 രൂപ മുമ്പ് കടമായിട്ട് തൻ്റെ മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി. വേഗം വേണം, സാറിന് കല്യാണത്തിന് പോകണല്ലോ, ഞങ്ങൾക്ക് സ്റ്റേഷനിലേക്കും. മാത്യുവിനോടാ പറഞ്ഞേ. അതോ, അത് കടമായിട്ടല്ല സാറേ. പിന്നെ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് വാങ്ങിച്ചതാ. വാങ്ങിയതിൽ കൂടുതലും പലിശയായിട്ട് ഞാൻ അവന് തിരികെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഞാൻ എന്തിനാ അവന് പണം തിരികെ കൊടുക്കുന്നത്? എടോ, താനാ പണം പലിശക്കല്ല കടമായിട്ട് വാങ്ങിയതെന്ന് ആ മാർട്ടിൻ പറഞ്ഞല്ലോ. മാർട്ടിൻ പറഞ്ഞോ? കടമായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ വല്ല തെളിവും അവൻ്റെ കയ്യിലുണ്ടോ? ഓ, അപ്പോൾ തെളിവില്ലാത്തതാണ് കാരണം. പലിശയ്ക്ക് വാങ്ങിയെന്നുള്ളതിന് വല്ല തെളിവും തൻ്റെ കയ്യിലുണ്ടോ? ഇല്ല സാറേ. പലിശ കൊടുത്തതിന് തെളിവുണ്ടോ? ഇല്ല സാറേ. അപ്പോൾ താൻ വാങ്ങിയതിലും കൂടുതൽ പണം പലിശ ഇനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതെ സാറേ. ജോൺസാ, സാർ, മാത്യുവിന് നിയമങ്ങൾക്ക് നല്ല വശമുണ്ട്. ഉണ്ട് സാറേ. എന്നാലും എവിടെയോ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ചെറിയതല്ല സാറേ, വലിയ രീതിയിൽ തന്നെയുണ്ട്. ആണല്ലേ? അപ്പോൾ മാത്യു, ഇത്തരം കേസുകളൊക്കെ കോടതിയിലാണ് തീരേണ്ടത്. അതെ സാറേ, അതെനിക്കറിയാം. ഞാൻ കോടതിയിൽ തീർത്തോളാം സാറേ. എന്നാലും ഒരു പരാതി അയാള് എന്താ അയാളുടെ പേര്? മാർട്ടിൻ. മാർട്ടിൻ തരുമ്പോ ഒന്ന് അന്വേഷിച്ചേക്കാമെന്ന് കരുതിയ അതിന്റെ ഭാഗമായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അത് സാരല്ല സാറേ. എനിക്ക് ഞാൻ പോയിക്കോട്ടെ. നമസ്കാരം സാർ. അങ്ങനെ അങ്ങ് പോയാലോ? മാത്യു, വാ. മാത്യു, നിയമങ്ങള് മനുഷ്യന്റെ നന്മയ്ക്കും സുരക്ഷയ്ക്കുമാണ്. പക്ഷെ ചില ആളുകൾ അത് തങ്ങളുടെ കള്ളത്തരങ്ങൾക്കും പൊള്ളത്തരങ്ങൾക്കും മറയായിട്ട് ഉപയോഗിക്കും. വിശ്വസിച്ച് സഹായിച്ചവരെ ചതിക്കും. അല്ല, ഈ വിഷയത്തിൽ അങ്ങനെ വല്ലതും ആണോ എന്ന് വെറുതെ ചോദിച്ചറിയാനാണ് വിളിപ്പിച്ചത്. സാറേ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഇതെന്നെ കല്യാണത്തിന് പോകാൻ വൈകി. ബാക്കിയെല്ലാം ഈ ജോൺസൺ ചോദിക്കും. ദേ, താനൊന്ന് ചെല്ല്. സാർ, അതെ, നമുക്ക് അപ്പുറത്ത് പോയിട്ട് എന്നെ ഒന്നില്ല. എന്തെന്താ കാണിക്കണേ നിങ്ങള്? അയ്യോ, അയ്യോ, ഞാനിവിടെ നിന്ന് ഇറങ്ങുന്നു. ഒരു അരമണിക്കൂറിനുള്ളിൽ അവിടെ മാത്യുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? സാറേ, ഒരാഴ്ചക്കുള്ളിൽ കാശ് കൊടുത്തേക്കണം. ഒരാഴ്ച എന്തിനാ സാറേ? 2 ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ ഇപ്പൊ അങ്ങനെ സമ്മതിച്ചേ ഉള്ളൂ അല്ലടാ. പിന്നെ ഇപ്പൊ ഇവരെ കൊണ്ട് ചെയ്യിച്ചതേ എനിക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. ഞാനത് ചെയ്യാത്തതേ ആ മാഷിനെ ഓർത്തിട്ടാ. ഇനിയും എൻ്റെ പേരും പറഞ്ഞ് ആരടുത്തെങ്കിലും വിളവെടുത്താൽ ഇടിച്ചെന്നിട്ട് മൂക്കിയം വരുത്തും. മനസ്സിലായോണം? വെറുതെ നല്ല മനുഷ്യന്റെ പേര് കളയാൻ പോ. കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു, വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു. എന്നാൽ
ദുഷ്ടരുടെ വഴി അവിടുന്ന് നാശത്തിലെത്തിക്കുന്നു. സങ്കീർത്തനങ്ങൾ 146 അധ്യായം 9 വാക്യം. എങ്കിൽ പിന്നെ ഞങ്ങളങ്ങ് ചെല്ലട്ടെ സാറേ. ഓ, സാർ സാർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി. 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.